കഴിഞ്ഞ വർഷം ഈ തൃശൂർ പൂരം അലങ്കോലമായതിൽ ADGP MR അജിത് കുമാറിനെതിരെയാണ് മന്ത്രി കെ രാജൻ DGPക്ക് മൊഴി നൽകിയിരിക്കുന്നത്. MR അജിത് കുമാറിനെ പല തവണ വിളിച്ചിട്ടും ഫോൺ എടുത്തില്ലെന്നാണ് മന്ത്രി മൊഴി നൽകിയത്. ADGP സ്ഥലത്തുണ്ടായിരുന്നുവെന്ന് അറിഞ്ഞാണ് വിളിച്ചത്. പൂരം കലക്കലിൽ DGP മാസം റിപ്പോർട്ട് നൽകും. ഷിജോ കുര്യനുണ്ട് വിവരങ്ങൾ നൽകാനായി. ഷിജോ, എന്തായാലും അടുത്ത പൂരം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ പൂരം അലങ്കോലമായതിന്റെ അന്വേഷണ റിപ്പോർട്ട് ഇതുവരെ നൽകിയിട്ടില്ല. മന്ത്രി കെ രാജൻ ADGPയെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലുള്ള ഒരു മൊഴി തന്നെയാണ് DGPക്ക് നൽകിയത്, അല്ലേ? അതെ ജിൽസി, ADGP MR അജിത് കുമാറിനെ പ്രതിക്കൂട്ടിലാക്കുന്ന ഒരു മൊഴി തന്നെയാണ് മന്ത്രി കെ രാജന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ പൂരം തൃശ്ശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിനു ശേഷം അതുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു അന്വേഷണ റിപ്പോർട്ട് ഇതുവരെ DGP മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് തൃശ്ശൂർ പൂരം കലങ്ങിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ കലക്കിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റിപ്പോർട്ട് വൈകുന്നത് എന്നുള്ള ചോദ്യം പല കോണുകളിൽ നിന്ന് ഉയർന്നു വന്നിരുന്നു. അതിനകത്ത് ഉടൻ റിപ്പോർട്ട് ലഭിക്കും എന്നുള്ള മറുപടി മാത്രമാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിലടക്കം പറഞ്ഞിരുന്നത്. എന്തായാലും ഈ മാസം അവസാനത്തോടു കൂടി DGP മുഖ്യമന്ത്രിക്ക് തൃശ്ശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് മുമ്പാകെ സമർപ്പിക്കും. അതിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു മൊഴിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മന്ത്രി കെ രാജൻ ഇപ്പോൾ ADGP MR അജിത് കുമാറിനെതിരെ മൊഴി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിലെ എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലോ ആൻഡ് ഓർഡർ ചുമതലയുണ്ടായിരുന്ന ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന ADGP MR അജിത് കുമാർ തൃശ്ശൂർ പൂരത്തിന്റെ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്നറിഞ്ഞിട്ട് പലതവണ മന്ത്രി ADGP MR അജിത് കുമാറിനെ വിളിച്ചു. ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന ADGP അവിടെ ഉണ്ടായിട്ട് താൻ വിളിച്ചിട്ട് പലതവണ വിളിച്ചിട്ടും ADGP MR അജിത് കുമാർ ഫോൺ എടുത്തിരുന്നില്ല എന്നുള്ള മൊഴിയാണ് ഇപ്പോൾ മന്ത്രി കെ രാജൻ DGPക്ക് നൽകിയിട്ടുള്ളത്. ഇത് ഈ അന്വേഷണത്തെ സംബന്ധിച്ചുകൊണ്ട് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു മൊഴി തന്നെയാണ്. കാരണം പ്രത്യേകിച്ച് ഈ തൃശ്ശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ത്രിതല അന്വേഷണം നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അതിനകത്ത് DGPയുടെ അന്വേഷണം നടക്കുന്നത് ADGP MR അജിത് കുമാറിന്, ലോ ആൻഡ് ഓർഡർ ചുമതലയുള്ള ADGP MR അജിത് കുമാറിന് അവിടെ എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളടക്കമാണ് DGP അന്വേഷിക്കുന്നത്. ഒരു ക്രമസമാധാന ചുമതലയുള്ള ADGP അവിടെ ഉണ്ടായിട്ടും ഇത്തരത്തിൽ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതടക്കമുള്ള കാര്യങ്ങൾ വളരെ വിശദമായിട്ട് DGPയുടെ നേതൃത്വത്തിൽ അന്വേഷിച്ച് വരികയാണ്. ആ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു മൊഴി തന്നെയാണ് ഇപ്പോൾ മന്ത്രി കെ രാജൻ നൽകിയിട്ടുള്ളത്. അതിലെടുത്ത് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ADGP ലോ ആൻഡ് ഓർഡർ ചുമതലയുള്ള ADGP MR അജിത് കുമാർ തൃശ്ശൂർ പൂരം ആ സമയത്ത് ഈ കലങ്ങിയ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. ഇതറിഞ്ഞിട്ടും വളരെ കൃത്യമായിട്ട് താൻ അവിടെ ഈ ADGPയെ വിളിക്കുന്നു. MR അജിത് കുമാറിനെ താൻ പലതവണ, ഒന്നിൽ കൂടുതൽ തവണ വിളിച്ചു. എന്നിട്ടും അദ്ദേഹം ഫോൺ എടുത്തിരുന്നില്ല എന്നുള്ള മൊഴി മന്ത്രി കെ രാജൻ ഇപ്പോൾ DGPക്ക് നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ അന്വേഷണത്തെ സംബന്ധിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ത്രിതല അന്വേഷണവുമായി ബന്ധപ്പെട്ടാണെങ്കിലും DGPയുടെ അന്വേഷണം സംബന്ധിച്ചുകൊണ്ട് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു മൊഴിയാണ് മന്ത്രി നൽകിയിരിക്കുന്നത്. ഈ മൊഴി അടക്കമുള്ള കാര്യങ്ങൾ നിർണായകമായ ഒരു മൊഴിയാണ് മന്ത്രിയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. ADGP MR അജിത് കുമാറിനെ ഈ പൂരം അലങ്കോലമായ ദിവസം അദ്ദേഹം സ്ഥലത്തുണ്ടായിരുന്നു എന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ മന്ത്രി കെ രാജൻ വിളിച്ചിരുന്നെങ്കിലും അദ്ദേഹം ഫോൺ എടുത്തിരുന്നില്ല, അതിനോട് റെസ്പോണ്ട് ചെയ്തിരുന്നില്ല എന്നുള്ള മൊഴിയാണ് DGPക്ക് ഇപ്പോൾ മന്ത്രി കെ രാജൻ നൽകിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് ഷിജോ കുര്യൻ നൽകിയത്.